എലിഫ് ഷഫാക്കിന്റെ 40 പ്രണയനിയമങ്ങൾ മലയാളം പബ്ലിക്കേഷൻ. പ്രാരംഭം. വിരലുകൾക്കിടയിൽ തിരുകിയ ഒരു കല്ല് നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിലേക്ക് എറിയുന്നു. അതിന്റെ ഫലം കാണാൻ എളുപ്പമല്ല. ജലോപരിതലത്തെ പിളർന്ന് കല്ല് പായുമ്പോൾ ചെറിയൊരു ഓളമുണ്ടാകും. അവിടെ വെള്ളം ചിതറുന്നത് ഒഴുക്കിന്റെ സ്വരത്തിൽ അമർന്നുപോകും, അത്രമാത്രം. ഒരു തടാകത്തിലേക്ക് കല്ലെറിഞ്ഞു നോക്കൂ. അതിന്റെ ഫലം കാണാൻ പാകത്തിനില്ലെങ്കിലും ആഘാതം കുറച്ചു നീളും. കല്ല് ജലത്തിന്റെ നിശ്ചലതയ്ക്കും ഭാഗം വരുത്തും. കല്ല് വീഴുന്നിടത്ത് ഒരു വൃത്തം രൂപപ്പെടും. ഞൊടിയിടയിൽ അത് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി അനേക വൃത്തങ്ങളായി പെരുകും. ഒരൊറ്റ ജലഭേദത്താൽ രൂപം കൊണ്ട അലകൾ ജലോപരിതലം മുഴുവനും താമസിയാതെ പരക്കുന്നതു കാണാം. അലകളുടെ വൃത്തങ്ങൾ തീരത്ത് തൊടുന്ന നേരം മാത്രമാണ് നിലയ്ക്കുക. ഒരു കല്ല് നദിയിൽ പതിക്കുകയാണെങ്കിലോ? തന്റെ കലുഷിതമായ മാർഗത്തിലെ പലതരം ബഹളങ്ങളിലൊന്നു മാത്രമായി നദി അതിനെ കാണും. അസാധാരണമായി ഒന്നുമില്ല. നദിക്ക് അതൊരു പ്രശ്നമേ അല്ല. കല്ല് തടാകത്തിൽ വീഴുമ്പോഴാകട്ടെ തടാകത്തിനു പഴയതുപോലെ തുടരാനാകില്ല. 40 വർഷം എല്ല റോബിൻസന്റെ ജീവിതം നിശ്ചലമായ തടാകം പോലെയായിരുന്നു. ശീലങ്ങളുടെയും ആവശ്യങ്ങളുടെയും മുൻഗണനകളുടെയും പതിവുക്രമങ്ങൾ പല രീതിയിലും സാധാരണവും വിരസവുമായിരുന്നുവെങ്കിലും അവൾക്കൊരിക്കലും അത് മടുപ്പുള്ളതായി തോന്നിയിരുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെ അവളുടെ ഓരോ ആഗ്രഹവും, അവളുണ്ടാക്കിയ ഓരോ സൗഹൃദവും, അവളെടുത്ത ഓരോ തീരുമാനവും അവളുടെ ദാമ്പത്യത്തിലൂടെ അരിച്ചെടുത്തതായിരുന്നു. ദന്തഡോക്ടറായ അവളുടെ ഭർത്താവ് ഡേവിഡ് സമർത്ഥനും കഠിനാധ്വാനിയുമായിരുന്നു. അയാൾ ധാരാളം പണവും ഉണ്ടാക്കി. ആഴത്തിലുള്ള തലത്തിൽ തങ്ങൾ ഇരുവരും ഒരിക്കലും ചേർക്കപ്പെട്ടിട്ടില്ലെന്ന് അവൾക്ക് എന്നും അറിയാമായിരുന്നു. എന്നാൽ വൈകാരികമായ കൂട്ടുചേരൽ ദമ്പതികൾക്കിടയിൽ ഒരു മുൻഗണനയാകേണ്ടതില്ലല്ലോ എന്നും അവൾ വിചാരിച്ചു. വിവാഹിതരായിട്ട് വർഷങ്ങളായ സ്ത്രീയുടെയും പുരുഷന്റെയും കാര്യത്തിൽ വിശേഷിച്ചും. മനസ്സിലാക്കലുകൾ, ഇഷ്ടങ്ങൾ, സഹാനുഭൂതികൾ, മനുഷ്യന് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ദൈവികമായ മാപ്പാക്കലുകൾ എന്നിങ്ങനെയുള്ള പ്രേമവികാരങ്ങളെക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവാഹത്തിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞേ പ്രേമം വരികയുള്ളൂ. മറിച്ചെന്തെങ്കിലുമാകാൻ ജീവിതത്തേക്കാൾ വലിയ കഥാനായകരും ഐതിഹ്യസമാനമായ അവരുടെ പ്രേമവും നിറഞ്ഞ നോവലുകളിലും റൊമാന്റിക് സിനിമകളിലും ജീവിക്കേണ്ടിവരും. മക്കളായിരുന്നു എല്ലയുടെ മുൻഗണനാപട്ടികയിൽ എപ്പോഴും മുകളിൽ. കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ മകൾ ഷെനറ്റ്, ടീനേജിലെത്തിയ ഇരട്ടകളായ ഓർലിയും അവിയും, സ്വർണനിറമാർന്ന സ്പിരിറ്റ് എന്ന നായ. അവന് 12 വയസ്സുണ്ട്. എല്ലയുടെ എല്ലാ പുലരി നടത്തത്തിലും അവൾക്കൊപ്പമുള്ള ഏറ്റവും സന്തോഷവാനായ കൂട്ടുകാരൻ. ഒരു നായ കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ വീട്ടിലേക്ക് വന്നതാണ്. അവനിപ്പോൾ വയസ്സായി, അമിതവണ്ണമായി, ചെവിയും കണ്ണും തീരെ ഉപയോഗശൂന്യമായി. സ്പിരിറ്റിന്റെ കാലമടുക്കാറായെങ്കിലും അവനെന്നും ജീവിച്ചിരിക്കുമെന്ന് കരുതാനാണ് എല്ലയ്ക്കിഷ്ടം. നോക്കൂ, ഇങ്ങനെയൊക്കെയായിരുന്നു അവളെന്നും. ഒരു ശീലമായാലും ഒരു ഘട്ടമായാലും വിവാഹമായാലും അവൾ ഒന്നിന്റെയും അന്ത്യത്തെ അഭിമുഖീകരിച്ചിരുന്നില്ല. ഒരിക്കലും അനിവാര്യവും ലളിതവുമായ വിരാമം അവളുടെ നേരെ മുന്നിൽ വന്നു നിൽക്കുമ്പോഴും. റൂബിൻസ്റ്റെയിൻസ് കുടുംബം മസാച്യുസെറ്റ്സിലെ നോർത്താംപ്ടണിലായിരുന്നു താമസം. വിക്ടോറിയൻ കാലത്ത് നിർമ്മിച്ച ഒരു വലിയ വീട്. പഴയ വീടായതിനാൽ കുറെ അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടതാണെങ്കിലും സൗകര്യങ്ങൾക്കു കുറവില്ലായിരുന്നു. 5 കിടപ്പുമുറികൾ, 3 കുളിമുറികൾ, നല്ല മരം പാകിയ തിളങ്ങുന്ന നിലം, 3 കാറുകൾ വരെ നിർത്തിയിടാൻ പറ്റുന്ന കാറിടം, ഫ്രഞ്ച് വാതിലുകൾ, ഇതിനെല്ലാം പുറമെ വിശാലമായ പുറംമുറ്റവും. അവർക്ക് ലൈഫ് ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്, വിരമിക്കൽ പദ്ധതികൾ, കോളേജ് സമ്പാദ്യ പദ്ധതികൾ, സംയുക്ത ബാങ്ക് നിക്ഷേപം എല്ലാം ഉണ്ടായിരുന്നു. താമസിച്ചുകൊണ്ടിരുന്ന വീടിനു പുറമെ അവർക്ക് ആരും കൊതിക്കുന്ന 2 അപ്പാർട്ട്മെന്റുകൾ കൂടി സ്വന്തമായിട്ടുണ്ട്. ഒരെണ്ണം ബോസ്റ്റണിൽ, മറ്റൊന്ന് റോഡ് ഐലൻഡിൽ. ഇതെല്ലാം സമ്പാദിക്കാൻ അവളും ഡേവിഡും വളരെ കഠിനാധ്വാനം ചെയ്തു. കുട്ടികളുടെ ബഹളത്താൽ മുഖരിതമായ ഒരു വലിയ വീട്, ആഭിജാത്യം നിറഞ്ഞ വീട്ടുപകരണങ്ങൾ, വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളുടെയും പ്രിയഗന്ധം അവിടെ പരക്കുന്നുണ്ടാകും. ഇതെല്ലാം ചിലർക്ക് ഒരു ക്ലീഷേ തോന്നാം. പക്ഷേ അവർക്കതായിരുന്നു ആദർശ ജീവിതത്തിന്റെ ചിത്രം. അവരിരുവരും പങ്കിട്ട ഈ സങ്കല്പത്തിനു ചുറ്റുമാണ് അവർ തങ്ങളുടെ ദാമ്പത്യത്തെ പടുത്തുയർത്തിയത്.
എല്ലാം എന്ന് പറയാനാവില്ലെങ്കിലും ആ സ്വപ്നങ്ങളിലേറെയും അവർ സാക്ഷാത്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞ വാലന്റൈൻ ദിനത്തിലാണ് ഭർത്താവ് അവൾക്ക് ഹൃദയാകൃതിയിലുള്ള ഒരു ഡയമണ്ട് പെയിന്റ് സമ്മാനമായി നൽകിയത്. അതിനൊപ്പം ഒരു കാർഡും ഇതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: എൻ്റെ പ്രിയ എല്ലയ്ക്ക്, ശാന്തമായ പ്രകൃതമുള്ള ഉദാരഹൃദയവതിയായ ഒരു പുണ്യവതിയോളം ക്ഷമാശീലമുള്ള സ്ത്രീ. ഞാൻ എങ്ങനെയാണോ അതേപോലെ എന്നെ അംഗീകരിച്ചതിനു നന്ദി. എൻ്റെ ഭാര്യയായതിനു നന്ദി. സ്വന്തം ഡേവിഡ്. എല്ല ഒരിക്കലും അത് ഡേവിഡിനോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ വരികൾ വായിച്ചപ്പോൾ തൻ്റെ ചരമക്കുറിപ്പ് വായിക്കുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ഞാൻ മരിക്കുമ്പോൾ അവർ തന്നെപ്പറ്റി എഴുതാൻ പോകുന്നത് ഇതൊക്കെയായിരിക്കും, അവൾക്ക് തോന്നി. പിന്നെ അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ഇതുകൂടി അതിനൊപ്പം ചേർക്കും. തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും ചുറ്റും ജീവിതം പണിതുയർത്തിയതിനാൽ ജീവിതത്തിലെ കഠിനതകളെ തനിച്ചു നേരിടാനുള്ള ഒരു അതിജീവന തന്ത്രവും എല്ലയ്ക്ക് വശമുണ്ടായിരുന്നില്ല. അന്നന്ന് കുടിക്കുന്ന കോഫിയുടെ ബ്രാൻഡ് മാറ്റുന്നത് പോലും അവൾക്ക് ശരിക്കും ആയാസകരമായിരുന്നു. ഇതെല്ലാം കാരണമാണ് 2008 ശിശിരത്തിൽ 25 വർഷത്തെ ദാമ്പത്യത്തിന് വിരാമമിട്ട് എല്ല വിവാഹമോചനത്തിനു അപേക്ഷ നൽകിയപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എല്ലയ്ക്കടക്കം ആർക്കും വിശദീകരിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ അതിനൊരു കാരണമുണ്ടായിരുന്നു: പ്രണയം. അവർ ഒരേ നഗരത്തിലായിരുന്നില്ല ജീവിച്ചത്, ഒരേ ഭൂഖണ്ഡത്തിൽ പോലുമല്ല. അവർക്കിരുവർക്കുമിടയിൽ മൈലുകളോളം ദൂരമുണ്ടായിരുന്നുവെന്നു മാത്രമല്ല, അവർ പകലും രാത്രിയും പോലെ വ്യത്യസ്തരായിരുന്നു. അവരുടെ ജീവിതശൈലികൾ തികച്ചും വിഭിന്നമായിരുന്നതിനാൽ ഇരുവരും തമ്മിൽ പ്രേമത്തിലാകാൻ പോയിട്ട് ഒരാൾക്ക് മറ്റൊരാളുടെ സാന്നിധ്യം സഹിക്കുക വരെ അസാധ്യമായിരുന്നിരിക്കണം. എന്നിട്ടും അത് സംഭവിച്ചു. അത് സംഭവിച്ചു എന്നു മാത്രമല്ല, എന്താണെന്ന് തിരിച്ചറിയാനോ സ്വയം പ്രതിരോധിക്കാനോ എല്ലയ്ക്ക് സാവകാശം കിട്ടാത്തത്ര വേഗം അത് ആ പ്രണയം സംഭവിക്കുകയായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ പ്രശാന്തമായ തടാകത്തിലേക്ക് എവിടെ നിന്നോ വലിച്ചെറിഞ്ഞ ഒരു കല്ല് പോലെ പരുഷമായി പൊടുന്നനെയാണ് പ്രണയം എല്ലയിലേക്ക് വന്നത്.